ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂലം കഴിഞ്ഞ ആഴ്ചയിലെ 3 ട്രേഡിംഗ് സെഷനുകളിൽ മാർക്കറ്റ് വളരെയധികം അസ്ഥിരമായിരുന്നു. കഴിഞ്ഞ ആഴ്ച വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ ഇൻഡെക്സ് 1.4% ഇടിയുകയും ചെയ്തു. പക്ഷേ ശനിയാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ വോളറ്റിലിറ്റിയിൽ ഒരു കുറവ് പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യ വിക്സും 10% മുകളിലേക്ക് ഉയർന്നിരുന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 1.1% ഇടിഞ്ഞ് 24,000-അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, എനർജി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. അതേസമയം ഇപ്പോൾ സംഗതികൾ ഒരൽപ്പം കൂൾ ഓഫ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് 24,000 എന്ന ലെവലിനെ സപ്പോർട്ടായി സ്വീകരിച്ചുകൊണ്ട് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. മെയ് 12 പുറത്തിറങ്ങുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാന ഡേറ്റയാണ്. ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റയും WPI ഇൻഫ്ലേഷൻ ഡേറ്റയും മെയ് 12 തിങ്കളാഴ്ചയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റിനും അനുസരിച്ച് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനും സാധ്യതയുണ്ട്. 511-ലധികം കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അടുത്ത ആഴ്ച പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ സെക്ടറിലെ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരും. ഹീറോ മോട്ടോർ കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ്, ഹ്യുണ്ടായി മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ട് അടുത്ത ആഴ്ച പുറത്തു വരുന്നതുകൊണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ അടുത്ത ആഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും. ഇതുകൂടാതെ ടാറ്റ സ്റ്റീൽ, ITC ഹോട്ടൽസ്, ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും അടുത്ത ആഴ്ചയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ചെറിയ രീതിയിലെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 3,798 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 7,277 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. എന്നാലും FISൻ്റെ അടുത്ത ആഴ്ചയിലെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി അനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് വരിക. ഇനി 24,000-അടുത്ത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 21-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും 24,000-ന് മുകളിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,280-നെ മറികടക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. 24,280 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. എന്നാൽ ഏറ്റവും പ്രധാന സപ്പോർട്ട് 23,900, 23,800 തുടങ്ങിയ രണ്ട് ലെവലുകളാണ്. ഇനി മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ 24,280-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 24,500, 400 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും 23,800-ന് താഴെ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയാൽ 23,400 എന്ന ലെവലിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് മൂവ്മെൻറ്റുമാണ് വരും സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് സ്വിഗ്ഗി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 314 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈയിൽ നിന്നും പകുതി വിലയ്ക്കാണ് സ്വിഗ്ഗി എന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 78,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് സ്വിഗ്ഗി. ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കമ്പനിയുടെ ലോസിലുണ്ടായ വർധനവാണ്. 584 കോടിയിൽ നിന്നും കമ്പനിയുടെ ലോസ് 1,081 കോടിയായി ഉയർന്നു. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻ 45% വർദ്ധിച്ച് 4,410 കോടിയായി മാറുകയും ചെയ്തു. ഇവിടെ ലോസ് ഉണ്ടായതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കമ്പനിയുടെ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സായ ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലുണ്ടായ വർധനവാണ്. ഇൻസ്റ്റാമാർട്ടിന് വേണ്ടി പുതിയ ഡാർക്ക് സ്റ്റോറുകളും മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി വിവിധ പ്രോഗ്രാമുകളും കസ്റ്റമർ അക്വിസിഷന് വേണ്ടി വിവിധ ഓഫറുകളും നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉയർന്നത്. ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലുള്ള മറ്റ് കൊമേഴ്സ്യൽ ഡെലിവറി ആപ്ലിക്കേഷനിൽ നിന്നും കടുത്ത കോമ്പറ്റീഷനാണ് നേരിടുന്നത്. അതേസമയം സ്വിഗ്ഗിയുടെ ടോട്ടൽ ഗ്രോസ് ഓർഡർ വാല്യൂ 40% വർദ്ധിച്ച് 12,888 കോടിയായി ഉയർന്നു കഴിഞ്ഞു. എബിറ്റ ലോസ് 732 കോടിക്ക് അടുത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സെഗ്മെൻറ്റിൻ്റെയും പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ വളർച്ച നമ്മൾക്ക് കാണാൻ സാധിക്കും. ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ 17.6% ഇയർ ഓൺ ഇയറിലെ ഗ്രോത്ത് കമ്പനി കൈവരിക്കുകയും ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ റവന്യൂ 7,347 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 2.9% ഇംപ്രൂവ് ആയിട്ടുമുണ്ട്. കൂടാതെ ഇൻസ്റ്റാമാർട്ടിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഇൻസ്റ്റാമാർട്ട് എന്ന ക്വിക്ക് കൊമേഴ്സ് ആപ്ലിക്കേഷൻ്റെ ഗ്രോസ് ഓർഡർ വാല്യൂ 101% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 4,670 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ട് 316 പുതിയ ഡാർക്ക് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. കൂടാതെ 214 സിറ്റികളിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനവും വ്യാപിപ്പിച്ചിട്ടുണ്ട്.
ഇൻസ്റ്റാമാർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ 5.6% നിന്നും 4.6% കുറയുകയും എബിറ്റാ ലോസ് 840 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ഔട്ട് ഓഫ് ഹോം കൺസപ്ഷൻ എന്ന സെഗ്മെൻറ്റിൽ കമ്പനിയുടെ വളർച്ച 42%. 42% ഗ്രോസ് ഓർഡർ വാല്യൂവിൻ്റെ വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കൂടാതെ മന്ത്ലി പ്ലാറ്റ്ഫോം യൂസേഴ്സിൻ്റെ ആവറേജ് ട്രാൻസാക്ഷനിലും 35% വളർച്ച ഇയർ ഓൺ ഇയറിൽ കമ്പനി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. ക്വാർട്ടർലി റിസൾട്ട് മോശമായതിന് പിന്നിലെ പ്രധാന കാരണം ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായി കമ്പനി നടത്തിയ എക്സ്പാൻഷൻ മൂലമുണ്ടായിരിക്കുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വർധനവാണ്. അതേസമയം ഗ്രോത്ത് എല്ലാ സെക്ടറിലും പ്രകടവുമാണ്. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചാർട്ട് പാറ്റേണിൽ വീക്ക്നെസ് കാണാൻ സാധിക്കും. സ്വിഗ്ഗി 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. കൂടാതെ റീസെൻ്റ്ലി സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ പാറ്റേണുകളും ഹയർ ലെവലിൽ നിന്നുള്ള പ്രൈസ് റിജക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. 350 നിന്നും കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് ഇടിഞ്ഞ് 313 എത്തി. ഇവിടെ 300-ൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് വരാൻ സാധ്യതയുണ്ട്. അതേസമയം കഴിഞ്ഞ 3 മാസത്തെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 300-ന് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ഒന്നും വരാത്ത സ്ഥിതിക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക അത്ര ഉചിതമായിരിക്കുകയില്ല. 350-ന് മുകളിലോ 360-ന് മുകളിലോ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഫ്രഷ് പൊസിഷനെ കുറിച്ച് ആലോചിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്